അതായത് ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാർത്തകൾ ഏറെയും വരുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവാണ്, തിരുവനന്തപുരത്തെ ലോക്സഭാംഗമാണ്. ഒരു പക്ഷേ രാജ്യത്ത് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള നേതാക്കളിൽ ഒരാൾ എന്ന നിലയിലും അദ്ദേഹം പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വക്താവായി വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ കോൺഗ്രസ് കൊടുത്ത അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അനുമതി പോലും തേടാതെ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നാമനിർദ്ദേശം ചെയ്തത്. കോൺഗ്രസ്സിന് ആ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു തരൂർ ഈ പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകണമെന്ന്. പക്ഷേ സർക്കാരിൻ്റെ വക്താവായി പ്രതിപക്ഷത്തുള്ള ശശി തരൂരിനെ കേന്ദ്രം തിരഞ്ഞെടുക്കുക വഴി കൃത്യമായ ഒരു സന്ദേശം കോൺഗ്രസ്സിന് BJP നൽകിയിരുന്നു. ആ സന്ദേശം ഇപ്പോൾ പ്രാവർത്തികമാകാൻ പോകുന്നു അതിനുള്ള അരങ്ങൊരുങ്ങുന്നു എന്നുള്ളതാണ് സൂചന. അപ്രതീക്ഷിതമായി നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് സിംഗ് ധൻഖർ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ നാടകത്തിൻ്റെ അരങ്ങ് അതിന് തിരിതെളിഞ്ഞത്.